ഒരുപാട് അത് നമ്മളെ എങ്ങനെ ഈശ്വര ബോധത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. ഈശ്വരീയതയിൽ നടന്നു പോകുന്നതിനനുസരിച്ച് ദുഃഖങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ പരദൂഷണങ്ങളും അപവാദങ്ങളും ചെയ്യുന്നതനുസരിച്ച് അവരെ തന്നെ ദുഃഖങ്ങൾ കൂടി കൂടി വരും. അത് പ്രകൃതിയുടെ നിയമമാണ് നമുക്ക് പോവുക. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പതിനൊന്നാം സ്ട്രോങ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു താല്പര്യം നിശ്ചിതമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ജ്യോതിഷം അങ്ങനത്തെ ഒരു ശാസ്ത്രമാണ് അല്ലെങ്കിൽ വേദാന്തം അതൊക്കെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ശാസ്ത്രങ്ങളാണ്. ഒരുപാട് സാധനങ്ങൾ അതിൻ്റെതായ രീതിയിലൂടെ പഠിച്ചാലേ അതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനം നിശ്ചിത സയൻസ് ആണ്. അത് നമ്മുടെ ഈ ഡയമെൻഷനുള്ള സയൻസ് ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഡയമെൻഷൻ ഡയമെൻഷൻസും ടൈം ഇതെല്ലാം കൂടി ചേർന്നാണ് മെറ്റീരിയൽ സയൻസ്. നിശ്ചിത സയൻസ് പറയുന്നതിന് അർത്ഥം ഇന്ദ്രിയമായിക്കൊണ്ട് അറിയാൻ പറ്റാത്ത തലത്തിലുള്ള അറിവ് അതിന് നമ്മൾ ഉപബോധം നടത്തുന്നത് ഇല്യൂഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ അതീന്ദ്രിയ ജ്ഞാനങ്ങളെ കൊണ്ട് അറിയുന്നത് ഈ പതിനൊന്നാം ക്ലാസ് നല്ല ആൾക്കാരാണെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനൊരു താല്പര്യം കാണും. ആ സയൻസുകൾക്ക് നല്ല പുരോഗതി. ഇപ്പോൾ 10ാം ക്ലാസ് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കർമ്മം അവർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ജാതകത്തിൽ 11ാം നാമം കൂടി നന്നായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ജ്യോതിഷത്തിൽ നിന്ന് നല്ല നേട്ടങ്ങൾ പറ്റിക്കാതെ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ ഒരു സയൻസാണ്. ചെറിയ സർട്ടിഫിക്കറ്റൊക്കെമാരെ രംഗത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഇങ്ങനത്തെ പറയേണ്ടി വരുന്നു. അത് അവര് നമ്മളെ പറ്റിക്കാനിരിക്കുന്നതാണ്. അവരുടെ പറയുന്ന ഭാവം ഇതുപോലെ കഴിവുള്ളതാണ്. അത് അവർക്കറിയാം. നമുക്കറിയാം. അങ്ങനത്തെ അവസരങ്ങൾ തിരിച്ചറിയാതിരിക്കുക. എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അവരുടെ കർമ്മത്തിന്റെ ഫലം കിട്ടാനുണ്ട്. അപ്പൊ നമ്മളത് കിട്ടുന്ന വിധത്തിൽ കർമ്മം ചെയ്യണം. ജ്യോതിഷം നമുക്ക് തരുന്നത് ഇതുവരെ അനുഗ്രഹം അതാണ്. ഞാൻ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിന് ചിട്ടപ്പെടുത്തിയാൽ നല്ല രീതിയിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അത് അതിനുള്ള കഴിവ് ആ വ്യക്തിയുടേതാണ്. നമ്മുടെ കരുത്ത് കിട്ടുന്ന പലരുടെ നേതൃത്വം തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും നമ്മുടെ ശാസ്ത്രം ഈശ്വരനായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വര സങ്കല്പ ശക്തിയുള്ളത് പോലെ തന്നെ ഓരോ വ്യക്തിക്കും സങ്കല്പ ശക്തിയുണ്ട്. അവനവന്റെ ജീവിതം നന്നാക്കാനും കേടുവരുത്താനും അവനവന്റെ ചിന്തകൾക്ക് സാധിക്കും. നമ്മുടെ മനോനില അതുപോലെ ചിട്ടപ്പെടുത്തി